my children, welcome back to my channel LKLS Star Maths class. In the chapter 5 arithmetic progression exercise 5.1 ഫോർത്ത് സെക്ഷനിലുള്ള ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഈ ചോദ്യം വായിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എ പീസ്? ഇഫ് ദേ ഫോം ആൻഡ് എ പി ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഡി ആൻഡ് റൈറ്റ് 3 more terms. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഉണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. 1 square ഇതാണ് 15th ക്വസ്റ്റ്യൻ. 1 square 5 square 7 square then 73. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, സോ നമുക്കത് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതട്ടെ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 15th വണ്ണാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് 1 squares, 5 squares, 7 square, 73 then continues. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ നമ്പേഴ്സ് എ പി ഫോം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമ്മൾ എങ്ങനെ അറിയുക? നമ്മൾ ഇതിൻ്റെയൊക്കെ കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കണ്ടാൽ എല്ലാത്തിൻ്റെ ആൻസർ ഒന്നാണെങ്കിൽ ഇത് എ പി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നത്? ഈ ടേമിൽ നിന്ന് ഇതിനെ റെഡ്യൂസ് ചെയ്യുക, അതേപോലെ ഈ ടേമിൽ നിന്ന് ഇതിനെ റെഡ്യൂസ് ചെയ്യുക, ഈ ടേമിൽ നിന്ന് ഇതിനെ റെഡ്യൂസ് ചെയ്യുക. സോ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുക? ഇത് എന്താണ്? A1, ഇത് A2, ദിസ് വൺ ഈസ് A3 ആൻഡ് ഹിയർ A4. എന്താ ഇത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, ദെൻ ഫോർത്ത് നമ്പർ. മനസ്സിലായില്ലേ? സോ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് എന്താണ് ചെയ്യാൻ പോണേ? സി ഡി മീൻസ് എന്താ? കോമൺ ഡിഫറൻസ്. നോക്കൂ, ഉണ്ടോ? A2 മൈനസ് A1, അതായത് ഇതിൽ നിന്നേ ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങനെ കുറയ്ക്കാൻ പാടില്ല. സോ A2 മൈനസ് A1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 square. ആരാ A2? 5 square. 5 square മൈനസ് A1 ആരാണ്? 1 square. സോ നമുക്കിവിടെ എഴുതിക്കൂടെ? 1 square നമുക്കിവിടെ എഴുതാം. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ നമുക്ക് ചെയ്താൽ എന്താ കിട്ടുക? 5 5s are 25. ദെൻ മൈനസ് 1 into 1 1. സോ വി ഗോട്ട് വാട്ട്? 24 അല്ലേ? 25ൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടി? 24 ആയിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇതാ നോക്കൂ, A3 മൈനസ് A2. A3 എന്ന് പറയുന്ന ആരാ? 7 square. ദെൻ ഇതാ. അപ്പോൾ നമുക്കത് എഴുതാം അല്ലേ? A3 മൈനസ് A2. അപ്പോൾ A3യുടെ സ്ഥാനത്ത് ആരെ കൊണ്ടുവരണം? 7 square. 7 square മൈനസ് A2 എന്ന് പറയുന്നത് ആരാണ്? 5 square. റൈറ്റ്? ഓക്കെ, സി ദെൻ 7 7s are എത്രയാണ് നമുക്ക് കിട്ടുക? 49 അല്ലേ? സോ 49 മൈനസ് 5 into 5 വിച്ച് മീൻസ് 5 5s are 25. സോ ഇതിൽ നിന്ന് ഈ 49ൽ നിന്ന് 25 റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടും നമുക്ക്? 24 തന്നെ നമുക്ക് കിട്ടും. കണ്ട? സോ ആദ്യത്തെ ടേം റെഡ്യൂസ് ചെയ്യപ്പോൾ 24 കിട്ടി, ഇവിടെയും 24 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ചെയ്ത് A3 മൈനസ് A2 ആണ്. ഇനി നമുക്ക് A4 മൈനസ് A3 ചെയ്യാം. നമുക്കിവിടെ എഴുതാം A4 മൈനസ് A3. ക്ലിയർ? സോ A4 എത്രയാണ്? 73. സോ 73 മൈനസ് 7 square ആണ് എന്ത്? A3 എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ എഴുതാം നമുക്ക് 73 മൈനസ് 7 square എന്ന് പറഞ്ഞാൽ 7 7s are what? 49. സോ 73 മൈനസ് 49 അഗെയിൻ വി ഗോട്ട് വാട്ട്? 24. കണ്ടോ? ഇവിടെ നമുക്ക് എല്ലായിടത്തും A2 മൈനസ് A1 ചെയ്തപ്പോൾ 24 കിട്ടി. ദെൻ A3 മൈനസ് A2 ചെയ്തപ്പോഴും 24 കിട്ടി. A4 മൈനസ് A3 ചെയ്തപ്പോഴും 24 കിട്ടി. സോ ദിസ് ഈസ് അവർ കോമൺ ഡിഫറൻസ്. കണ്ടോ? നമുക്ക് എന്താ കിട്ടിയത്? സെയിം നമ്പറാണ് നമ്മൾക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടിയത് അല്ലേ? കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 24. അപ്പം നമുക്ക് എന്ത് പറയാം? എല്ലാത്തിലും 24 കിട്ടിയ കാരണം ദ ലിസ്റ്റ് ഓഫ് ഗിവൻ നമ്പേഴ്സ് ഫോംസ് ആൻഡ് എ പി എന്ന് പറയില്ലേ? എ പി എന്ന് പറയാലോ നമുക്ക്. കണ്ടോ? ദ ലിസ്റ്റ് ഓഫ് ഗിവൻ നമ്പേഴ്സ് ഫോംസ് ആൻഡ് എ പി. ദ ലിസ്റ്റ് ഓഫ് ഗിവൻ നമ്പേഴ്സ് ഫോംസ് ആൻഡ് എ പി. ക്ലിയർ? ഓക്കെ, ദെൻ നമുക്കിപ്പോൾ ഇവിടെ
അടുത്ത 3 ടേംസ് കൂടെ ഇവിടെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ 4 ടേംസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഒരു 3 ടേംസും കൂടെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് കാണാൻ എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് ടേം ആയിട്ടുള്ള 73 എടുക്കുക. നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് മുമ്പോട്ട് പോവുക. ക്ലിയർ ആയല്ലോ. സോ നമ്മുടെ ലാസ്റ്റ് ടേം എന്തായിരുന്നു ഇവിടെ 73. ഈ 73യുടെ കൂടെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയത് 24 ആണ്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത് 3 + 4 എത്ര കിട്ടി 7. 7 + 2 ഈ 7 + 2 എത്ര കിട്ടിയ 97. സോ 97 we got 97. So this is our 5th term. 4 എണ്ണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ 5ാമതായിട്ട് കണ്ടുപിടിച്ച്. ഇനി അപ്പോൾ 6ാമത്തെ ടേം കാണാൻ എന്ത് ചെയ്യണം, ഈ 5ാമത്തെ ടേം അതായത് 97 + 24 ചെയ്യുക. ക്ലിയർ ആയില്ലേ. 97 + 24 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 121 ആയിരിക്കും ആൻസർ കിട്ടുക. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു ടേമും കൂടെ. ഇപ്പോൾ നമ്മൾ ഒരു ടേം കണ്ടുപിടിച്ചു, രണ്ടാമത്തെ ടേം കണ്ടുപിടിച്ചു, ഇനി ഒരെണ്ണം കൂടി വേണ്ടേ. സോ 121 + again ഈ 24. അപ്പം നമുക്ക് എത്ര കിട്ടി 145. സോ ഇതാണ് നമ്മൾക്ക് കിട്ടിയ 3 ടേംസുകൾ. ആ ക്വസ്റ്റ്യനിൽ തന്നെ തുടക്കം പറഞ്ഞിട്ടുണ്ടല്ലേ, ഫൈൻഡ് കോമൺ ഡിഫറൻസ് ഡി ആൻഡ് റൈറ്റ് 3 more terms. സോ ആ 3 more terms ആണ് ഏതൊക്കെയാണ് 97, 121 ആൻഡ് 145. സോ നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതാം 97, 121, 145. സോ ഇവിടെ എഴുതാം കേട്ടോ. നെക്സ്റ്റ് 3 terms ആർ എന്ന് പറഞ്ഞിട്ട് ഈ ആൻസർ എഴുതി വയ്ക്കുക. മനസ്സിലായല്ലോ നന്നായിട്ട്. സോ ഈ ഒരു എക്സസൈസ് ഇവിടെ വെച്ച് കംപ്ലീറ്റഡ് ആവുകയാണ്. ഇനി കുട്ടികൾക്ക് ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാനതെല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.